വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ സിക്കാഡ ഫിലിം അത് ഞാൻ ഇന്നലെ കണ്ടു. അപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഡയറക്ഷൻ, സ്റ്റോറി ശ്രീജിത്ത് എടവണ്ണ, അതുപോലെ സിനിമ ഓട്ടോഗ്രാഫി നവീൻ രാജ്, പ്രൊഡ്യൂസർ വന്ദന. അതുപോലെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ജെയ്സ് ജോസ്, അതേപോലെ രജിത് മേനോൻ, അതുപോലെ ഗായത്രി മയൂര, പിന്നെ മറ്റു ചില ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് വീഡിയോയ്ക്ക് താഴെ കൊടുക്കാൻ മറക്കരുത്. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി വീഡിയോയ്ക്ക് താഴെ തന്നെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാനിപ്പോൾ എങ്ങനെയാണ് പറയുമെന്നാണ് ആലോചിക്കുന്നത്. കാരണം ഇതിൻ്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, അതേപോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ചില ആളുകളുടെ അഭിനയം, ഇതിനൊന്നും തന്നെ പെർഫെക്ഷൻ ഇല്ല. മാത്രവുമല്ല ഈ സിനിമ ശരിക്ക് ഞാനൊരു 6:30-ക്കുള്ള ഷോയ്ക്കാണ് പോയത്. ഒരു 1.25 മണിക്കൂറൊക്കെ ഈ സിനിമയുള്ളൂ. അപ്പോൾ ഈ 1.25 മണിക്കൂറും ഈ സിനിമ വളരെ ലാഗാണ്, കുറേ വലിച്ചു നീട്ടി എടുത്ത അവസ്ഥയാണ് ഉള്ളത്. ഈ ഇതിലെ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് രജിത് മേനോനാണ്. അപ്പോൾ അദ്ദേഹത്തിന് വന്നിട്ട് ഈ സിനിമയിൽ ഒരു വില്ലൻ്റെ റോളാണ്. ശരിക്ക് ഹീറോ എന്ന് പറയാൻ പറ്റില്ല, ഒരു വില്ലനാണ്. ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം ഒരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഹീറോയുമാണ്. അപ്പോൾ ഈ വില്ലൻ ഒരു ചതിയനായ, ഒരു വഞ്ചന നിറഞ്ഞ ഒരു വില്ലൻ. അപ്പോൾ രജിത് മേനോൻ അഭിനയിച്ചിരിക്കുന്ന ആ വില്ലൻ്റെ റോള് അങ്ങേര് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് ആക്ടറാണ് എന്ന് നമുക്ക് അദ്ദേഹം അഭിനയിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ആ ഒരു വില്ലൻ്റെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ വില്ലനിൽ നിന്ന് ഇദ്ദേഹത്തിന് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ട ഒരു സാഹചര്യമാണ്. കാടിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഈ സിനിമ മുഴുവനായിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ ഫ്ലാഷ് ബാക്കിൽ നമുക്ക് കാടിൻ്റെ പുറത്തുള്ള ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ കാടിൻ്റെ ഉള്ളിലൂടെ ഇദ്ദേഹം പോകുമ്പോൾ ഇദ്ദേഹം നടക്കുന്നു കുറേ, അതേപോലെ കുറേ ഇരിക്കുന്നു, അതേപോലെ ഒരു പാറകളുടെ മുകളിലേക്കൊക്കെ കയറുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ക്യാമറ അങ്ങനെ പിടിച്ചുകൊണ്ട് അനങ്ങാതെ നിൽക്കുന്ന പോലെ ഉണ്ട്. അതായത് വലിച്ചു നീട്ടിയ പോലെ ലാഗാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ആ സീനുകളിലൊക്കെ ഒരു 2 സ്റ്റെപ്പ് നടക്കുമ്പോഴേക്കും അടുത്ത പ്രധാന പോയിന്റിലേക്ക് കടക്കാം. അതുപോലെ പാറയ്ക്ക് മുകളിൽ കയറുമ്പോഴൊക്കെ 2 കാല് കയറ്റി വെച്ചത് അടുത്തത് മുകളിൽ എത്തുന്ന പോലെയോ മധ്യത്തിൽ എത്തുന്ന പോലെയോ പിന്നെ അതിൻ്റെ മുകളിലത്തെ സ്ക്രീന് കാണിക്കുന്ന പോലെയോ ഒക്കെ എടുക്കാം. ഇതിങ്ങനെ വലിച്ചു നീട്ടിയാണ് കൊണ്ടുപോയിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലാഗും ഉണ്ട്, പെർഫെക്ഷനും പോരാ. അതാണ് ഈ സിനിമയുടെ അവസ്ഥ. പിന്നെ ഈ സിനിമയുടെ സ്റ്റോറി, നമുക്ക് സാധാരണ ഒരു സ്റ്റോറി എങ്ങനെയിരിക്കും, ആ സ്റ്റോറി തുടക്കം മുതൽ അങ്ങനെ പോയിട്ട് അതിനൊരു എൻഡ് ഉണ്ടാവും, ഒരു ക്ലൈമാക്സ്, ഒരു നല്ലൊരു ക്ലൈമാക്സ് ഉണ്ടാവും. അപ്പോഴാണല്ലോ അതൊരു സ്റ്റോറി ആവുന്നത്. പക്ഷേ ഈ സ്റ്റോറിക്ക് ഒരു ക്ലൈമാക്സ് ഇല്ല. ഈ സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സ് ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു എത്തും തുമ്പും ഇല്ലാത്ത പോലെയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രധാന തത്വം എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നവന് എന്തായാലും ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം തന്നെ, കാടിലൂടെ ഇവർ പോകുമ്പോൾ വിശക്കുമ്പോൾ വേട്ടയാടേണ്ടി വരും. പക്ഷെ വിശക്കുന്നത് വേറെയുള്ള മോഹങ്ങൾക്കാണെങ്കിൽ അവൻ വേട്ടയാടപ്പെടും എന്ന് പറയുന്നുണ്ട്. അതായത് കാടിൻ്റെ ഉള്ളിലൂടെ ഇയാൾ പോകുമ്പോൾ ഇയാൾ ചെയ്ത തെറ്റുകൾക്ക് ഇയാൾ വേട്ടയാടപ്പെടും എന്നാണ് ഈ സിനിമയുടെ ഒരു തത്വമായിട്ട് പറയുന്നത്. കൊടുത്താൽ കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾ കൊടുത്തിട്ട് ഇയാൾക്ക് കിട്ടുന്നില്ല ഈ സിനിമയിൽ. അതേസമയം കാടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേറൊരു വ്യക്തി കൊല്ലപ്പെടാൻ അതിൽ ഒരു ലോജിക്കുണ്ട്. കാരണം അയാൾ വേറൊരാളെ കൊല്ലുന്നുണ്ട്. അയാൾ കൊന്നത് കാരണമാണ് അയാൾ കൊല്ലപ്പെട്ടത്. അത് ലോജിക്കുണ്ട്, അത് ഓക്കെ. പക്ഷേ ഈ പ്രധാന വില്ലൻ, അതായത് ഈ സിനിമയിലെ ഹീറോ, അയാൾ കുറേ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഇയാളുടെ മെയിൻ വിഷയം പെണ്ണുങ്ങളുടെ വിഷയം തന്നെയാണ്. ഇയാൾക്ക് ഈ സിനിമയിലൊരു പ്രണയമുണ്ട്. ഈ പ്രണയത്തിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രണയത്തിന് ഈ സിനിമയുടെ അവസാനം ഒരു എൻഡില്ല, ക്ലൈമാക്സ് ഇല്ലാതെ അവസാനിക്കുക. അപ്പോൾ ഇയാൾ പ്രണയം എന്ന് പറഞ്ഞിട്ട് കുറേ പേരെ പ്രണയിക്കുന്നുണ്ട്. അതിൽ മാരേജായ സ്ത്രീകളുടെ അടുത്ത് ഇയാൾ പീഡനവും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്കൊരു ശിക്ഷ ലഭിക്കണ്ടേ, എന്തെങ്കിലും ഒരു ശിക്ഷ ലഭിക്കണ്ടേ, അത് ലഭിക്കുന്നില്ല ഇയാൾക്ക്.
പിന്നെ ഈ സിനിമയിൽ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇവർ പോകുമ്പോൾ ഇയാൾ ചെയ്ത തെറ്റുകൾക്ക് ഇയാൾക്ക് എന്തൊക്കെയോ ആളുകൾ വന്നിട്ട് ഇയാളെ ഭയപ്പെടുത്തുന്നു. അതേപോലെ മൃഗങ്ങൾ, പ്രാണികൾ, ഇതൊക്കെ VFXൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ VFX ഒക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു ലോജിക്ക് വരുന്നില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആരുടെ അടുത്താണോ ഇയാൾ തെറ്റ് ചെയ്യുന്നത് ആ തെറ്റ് ചെയ്തവർക്കും ഈ സാങ്കല്പിക കഥാപാത്രങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല. വെറുതെ ഇയാൾ പേടിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനി ഇയാൾ ആരെയെങ്കിലും കൊന്നിട്ട് ആ കൊന്ന ആളുടെ ആത്മാവ്, മരിച്ച ആളുടെ ആത്മാവ് പ്രേതം പോലെ വന്നിട്ട് കാട്ടിലൂടെ ഇയാളെ പേടിപ്പിക്കുകയോ ഇയാളെ കൊല്ലാൻ വരികയോ അങ്ങനെയൊക്കെ ആണെങ്കിലും അതിലൊരു ലോജിക്കുണ്ട്. അതല്ലാതെ ഇത് മറ്റാരൊക്കെയോ വന്നിട്ട് ഇയാളെ ഭയപ്പെടുത്തുകയും അങ്ങനെയൊക്കെയാണ് സിനിമ പോകുന്നത്. പിന്നെ ഇതിലെ ജെയ്സ് ജോസിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു രൗദ്രഭാവത്തോടെ എപ്പോഴും നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു ഭീകരനെ പോലെ അദ്ദേഹം നിൽക്കണം, രൗദ്രഭാവത്തോടെ നിൽക്കണം. അതാണ് അങ്ങേർക്ക് കൊടുത്തിരിക്കുന്നത്. അതങ്ങേര് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡയലോഗുകളും ഉണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സ്പ്രഷൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ എക്സ്പ്രഷനൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും അങ്ങേരുടെ റോള് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗായത്രി മയൂര, അവർ ഹീറോയിൻ, അവർ ഈ സിനിമയിലെ അഭിനയം കുഴപ്പമില്ല. എന്നാൽ ഇനിയും കുറച്ചുകൂടി അവർ അഭിനയത്തിൽ വളരേണ്ടതായിട്ടുണ്ട്. അവരെ കൂടാതെ മറ്റ് ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരും ഒരു അഭിനയത്തിൽ ഒന്ന് മികവ് ഇനി വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ അവസാനമാകുമ്പോൾ ഈ സ്റ്റോറിക്ക് ഒരു എൻഡ് വരണമല്ലോ. അപ്പോൾ അത് ആ പ്രണയത്തിനും ഒരു എൻഡ് വേണം. അതേപോലെ ഇയാൾ ചെയ്ത തെറ്റുകൾക്കും ഒരു അവസാനം, ഒരു നല്ലൊരു തീരുമാനം വേണം. പക്ഷേ രണ്ടും ഈ സിനിമയിൽ ഉണ്ടാകുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇതിൽ ജെയ്സ് ജോസിൻ്റെ ക്യാരക്ടർ ഈ വില്ലനെ അവസാനം കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്നുണ്ട്. അപ്പോൾ അതോടെ ജെയ്സ് ജോസിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ റോള് അവിടെ കഴിഞ്ഞു, അദ്ദേഹം ചെയ്യേണ്ട കാര്യം കഴിഞ്ഞു. പക്ഷേ ഈ കൊണ്ടുപോയി ഇടുന്ന സമയത്തും ഇയാൾക്ക് യാതൊന്നും ചെറിയ പരിക്കുകളെ പോലെ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ അയാൾ സോറി പറയുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ടെങ്കിലും പക്ഷേ സിനിമയുടെ അവസാനം ഈ പ്രണയത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ഒന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ അവസാനിക്കുമ്പോൾ പോലും ഈ പേരിങ്ങനെ എൻഡ് സ്ക്രീനിൽ വരുമല്ലോ, പേര് ഇടുന്ന സമയത്തും ഇനിയും സിനിമയുണ്ടോ, ക്ലൈമാക്സ് ഉണ്ടോ എന്ന് എല്ലാവരും നോക്കി നിന്ന് പോവുകയാണ്, തിയേറ്ററിൽ ഇരിക്കുന്നവരൊക്കെ. കാരണം ഒരു ക്ലൈമാക്സ് വരുന്നില്ല. അപ്പം ടോട്ടലി പറഞ്ഞാൽ ഈ സിനിമ പെർഫെക്ഷൻ പോരാ. ഈ സിനിമ എങ്ങനെ എടുക്കണമായിരുന്നു എന്നറിയോ? അത് വേണമെങ്കിൽ ഞാൻ ഒരു സൂചന പറയാം. ഇതിൽ ആ വില്ലനായ ഹീറോയ്ക്ക് ആ കാർഡിൽ വെച്ചിട്ട് ഒന്ന് ആ ജെയ്സ് ജോസിൻ്റെ ക്യാരക്ടർ തന്നെ ഇയാൾക്ക് എന്തെങ്കിലും മാരകമായ പ്രശ്നം പരിക്കേൽപ്പിക്കാം. അങ്ങനെ ഒന്ന് ഒരു കാല് മുറിഞ്ഞ അവസ്ഥ, കാല് മുറിഞ്ഞു പോകാമെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇയാൾ വളരെ അപകടകരമായ ആരോഗ്യനിലയിൽ എത്തുന്ന പോലെ ഇയാളെ പരിക്കേൽപ്പിക്കുക. അങ്ങനെ ആയിട്ട് പിന്നെ ഇയാളുടെ കാമുകി ഇയാളും കണ്ടുമുട്ടുമ്പോൾ ഇയാൾ കാമുകിയോട് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് വീണ്ടും, കാമുകിക്ക് ശരിക്കും ഈ സിനിമയിൽ വേറൊരു വിവാഹത്തിനൊക്കെ ചിന്തിച്ച് വെക്കുന്ന അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കാമുകി പിന്തിരിഞ്ഞ് ഇയാൾ ചെയ്ത തെറ്റിന് പശ്ചാത്തപിച്ചത് കൊണ്ടും ഇയാളുടെ മേലെ സ്നേഹം ഉള്ളതുകൊണ്ടും കാമുകി ഇയാളെ സ്വീകരിക്കുന്ന പോലെയും ഇയാൾക്ക് അങ്ങോട്ട് സ്നേഹം വെളിപ്പെടുത്തുന്ന പോലെയൊക്കെ വെച്ചിട്ട് അവസാനം ഇയാൾ ഒരു വീൽ ചെയറിൽ ഈ ഹീറോയായ വില്ലനെ ഇരുത്തി കാമുകി തന്നെ ആ മലയുടെ മുകളിലൊരു കൊക്കയുടെയൊക്കെ മുകളിൽ പോലെ ആയിട്ട് ഉന്തി കൊണ്ടുപോയി നിൽക്കണം. എന്നിട്ട് ആ കാട് മുകളിൽ ഡ്രോണിലൂടെയൊക്കെ ഈ കാട് നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാടിനെ കാണിക്കുകയും വേണം. കാരണം ഈ കാടിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോഴാണ് ഇയാൾ ഇങ്ങനെ വേട്ടയാടപ്പെട്ടിട്ട് ഇയാൾ മാനസാന്തരത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ഈ കാടാണ് ഇതിൻ്റെ ഹീറോ എന്ന രീതിയിൽ ആ കാടിനെ കാണിച്ചുകൊണ്ട്, പിന്നെ അതേസമയം ഈ ജെയ്സ് ജോസിൻ്റെ ക്യാരക്ടറും ദൂരെ നിന്നിട്ട് തോക്കും പിടിച്ചിട്ട് ഇവരെ വാച്ച് ചെയ്തിട്ട് കാടിനെ നോക്കി നിൽക്കുന്നത് പോലെ എടുത്തിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ക്ലൈമാക്സ് കൊടുത്തിരുന്നെങ്കിൽ ഇതിലൊരു ടച്ചിങ്, ഹാർട്ടിലൊരു ടച്ചിങ് വരുമായിരുന്നു, കാണാനൊരു നല്ലൊരു ക്ലൈമാക്സ് എന്ന് തോന്നുമായിരുന്നു. അപ്പോഴെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെടാമായിരുന്നു. ഇനി ഞാൻ പറഞ്ഞ രീതിയിലല്ലെങ്കിലും ഈ രീതിയിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതേപോലെ ഒരു ക്ലൈമാക്സ് ഈ സിനിമയ്ക്ക് കൊടുക്കാമായിരുന്നു. ഇതൊരു എത്തും തുമ്പും ഇല്ലാതെ എന്തൊക്കെയോ ചെയ്ത് അവസാനിപ്പിച്ച ഒരു സിനിമയായിട്ട് ഇത് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഈ ഫിലിമിൻ്റെ സിനിമാറ്റോഗ്രാഫി അത് നന്നായിട്ട്, അതേപോലെ ആർട്ട് വർക്ക് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അട്ടപ്പാടി വനമേഖല അതുപോലെ മറ്റ് ചില വനമേഖലകളിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാടിൻ്റെ ഭംഗി അതേപോലെ ആർട്ട് വർക്കൊക്കെ നന്നായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്.
അപ്പം ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ഒരു 3/4 ഭാഗത്തോളം എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ഇതിലെ കഥാപാത്രങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ട് വെറും കാട് മാത്രം മുഴുനീള ഒരു സിനിമയായിട്ട് ഷൂട്ട് ചെയ്ത് ഇട്ടിരുന്നെങ്കിൽ ആ കൊടുത്ത ക്യാഷ് മുതലാകുമായിരുന്നു എന്ന് തോന്നിപ്പോയി. എനിക്ക് തോന്നിപ്പോയതാണ്. കാരണം കാട് നന്നായിട്ട് ഒരു ചിത്രീകരിച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ആർട്ട് വർക്കുകൾ, ഒരു പാലം പോലെ ഇങ്ങനെ മുളയിലൊക്കെ പണിതിട്ട് അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ കാര്യത്തിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഈ സിനിമ അങ്ങനെ ഇഷ്ടമായില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.